സർ, മറ്റൊന്നാണ് ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്, ചാനലുകളിൽ ഇരുന്നു കൊണ്ട് ഒരു പത്രസമ്മേളനം പോലെ സാംസ്കാരിക നായകർ എന്ന് വിളിക്കപ്പെടുന്ന കുറെ എച്ചിൽ നക്കികൾ എന്ന ഭാഷ തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ആളുകളും സിനിമാ നടിമാരും ഒക്കെ ഈ ഇസ്രയേൽ കൊന്ന പലസ്തീനിലെ കുഞ്ഞു മക്കളുടെ പേരൊക്കെ വായിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. സർ, എന്തുകൊണ്ടാണ് സർ നമ്മുടെ കാശ്മീരിൽ നടന്ന തുണി പൊക്കി നോക്കിക്കൊണ്ട് ഹിന്ദു ആണോ എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പാകിസ്ഥാൻ മുസ്ലിം അതല്ലെങ്കിൽ പാകിസ്ഥാൻ ഇസ്ലാമിക തീവ്രവാദികൾ വെടിവെച്ചു കൊന്ന പഹൽഗാം വിഷയത്തിൽ ഇവർ ഈ ഒരു പത്രസമ്മേളനം നടത്തുകയോ അതല്ലെങ്കിൽ ആ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തുകയോ പേര് വായിക്കുകയോ ഒന്നും ചെയ്തില്ല? മറ്റൊന്നാണ് സർ, നൈജീരിയ എന്ന് പറയുന്ന സ്ഥലം. എനിക്ക് തോന്നുന്നു 1470ഓളം പേരാണ് ഈ തൊട്ടടുത്ത ദിവസം തന്നെ കൊല്ലപ്പെട്ടത്, ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടത്. ഇത്തരത്തിൽ ഏറ്റവും കൊടും ക്രൂരതകൾ, ഇങ്ങനെ ആയിരക്കണക്കിന് അന്യമതസ്ഥരെ കൊന്നെടുക്കുന്ന ഇസ്ലാമിക ക്രൂരത നമ്മുടെ കൺമുൻപിൽ ഉണ്ടായിട്ടും ഈ ഗസ, ഈ എല്ലാ കണ്ണുകളും ഗസയിലേക്ക് അല്ലെങ്കിൽ എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സിനിമാ നടന്മാരും അതല്ലെങ്കിൽ നായികമാരും സാംസ്കാരിക നായകന്മാരും ഒക്കെ രംഗത്ത് വരുമ്പോൾ ഇവരെന്തുകൊണ്ടാണ് സർ പെഹൽഗാം മറന്നു പോയത്? ഇവർ ഭാരതത്തിന്റെ മക്കളല്ലാത്തത് കൊണ്ടാണോ, അതോ ഇവരുടെ DNA-യിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ സർ? ഇവരൊക്കെ ഭാരതത്തിന്റെ മക്കൾ തന്നെയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇവരുടെ DNA എന്ന് പറയുന്നത്, ഈ DNA എന്ന് പറഞ്ഞ ബൈജുവിന്റെ പ്രയോഗം വളരെ ശരിയാണ്. കാരണം ഇവരുടെ DNA എന്ന് പറയുന്നത് ഇവർക്ക് കാശ് കിട്ടണം, അവർക്ക് പ്രശസ്തി കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. അതാണ് അവരുടെ DNA. അതിനുവേണ്ടി കലാസാഹിത്യ രംഗത്ത് ഇന്ന് പിടിമുറുക്കിയിരിക്കുന്നത് ആരാണെങ്കിലും അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് ഇവിടുത്തെ നടന്മാരും നടിമാരും, ഇവിടുത്തെ കവിത എഴുതുന്നവരും സാഹിത്യ സാംസ്കാരിക നായകരും. കാരണം ഇന്ന് കലാസാഹിത്യ മേഖല കൈയടക്കിയിരിക്കുന്ന ആരാണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കാം. പണ്ടൊക്കെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പറയുമായിരുന്നു കലയും സാഹിത്യവും എല്ലാം ബ്രാഹ്മണർ കൊണ്ടുപോയി അവർ കൈയടക്കി. അത് കഴിഞ്ഞ് പിന്നീട് കലയും സാഹിത്യവും എല്ലാം കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുപോയി. കമ്മ്യൂണിസ്റ്റുകാരുടെ നാടകം, കമ്മ്യൂണിസ്റ്റുകാരുടെ കഥാപ്രസംഗം, കമ്മ്യൂണിസ്റ്റുകാരുടെ കവി, കമ്മ്യൂണിസ്റ്റുകാരുടെ ചെറുകഥ എല്ലാം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഇപ്പോഴാ കാലവും പോയി. എന്നെ കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നും കൂടി പഠിച്ചു നോക്കുക. ആദ്യകാലത്ത് ബ്രാഹ്മണരുടെ കയ്യിലായിരുന്നു, സവർണരുടെ കയ്യിലായിരുന്നു, പിന്നെ അത് കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലായി. ഇപ്പോൾ ഈ കലാ സാഹിത്യ സാംസ്കാരിക മേഖല ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിലാണ്. കേരളത്തിലെ സിനിമാ രംഗം എടുത്തു നോക്കൂ. കേരളത്തിലെ സിനിമാ രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ പണം ഒഴുക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ സിനിമാ മേഖലയിലെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അതുകൊണ്ട് സിനിമാ നടന്മാരും നടിമാരും ആ പണം ഒഴുക്കുന്ന മുതലാളിയുടെ മനോഗരത്തിന് അനുസരിച്ച് തുള്ളാൻ അവര് നിർബന്ധിതരാണ്. അതുകൊണ്ട് അവർ ഈ തീവ്രവാദികൾക്ക് വേണ്ടി നിലപാടെടുക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ സാഹിത്യ കലാ സാംസ്കാരിക നായകന്മാരെന്നറിയപ്പെടുന്നവര്, പറയപ്പെടുന്നവര്, അങ്ങനെ സ്വയം പ്രഖ്യാപിക്കുന്നവർ, ഇവരൊക്കെ വാങ്ങിക്കുന്ന അവാർഡുകളുടെ തുക, ഇവർക്കൊക്കെ കിട്ടുന്ന സ്വീകരണം, ഇവർക്കൊക്കെ കിട്ടുന്ന സ്റ്റേജ് പ്രോഗ്രാമുകൾ, ഇവർക്കൊക്കെ കിട്ടുന്ന പണം ആരാണ് സംഘടിപ്പിച്ചു കൊടുക്കുന്നത്? ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? ആരാണ് ഇവരെ ബഹുമാനിപ്പിക്കുന്നത്? ആരാണ് ഇവർക്ക് പൊന്നാട ചാർത്തി കൊടുക്കുന്നത്? അതൊക്കെ നോക്കുമ്പോൾ അതിന്റെ സാമ്പത്തിക സ്രോതസ്സും അന്വേഷണ വിധേയമാണ്. അപ്പോൾ അവര് ആരാണോ ഭക്ഷണം കൊടുക്കുന്നത് അവർക്ക് വേണ്ടി വാലാട്ടിക്കൊണ്ടിരിക്കും. ഭക്ഷണം കൊടുക്കുന്നത് തീവ്രവാദികളാണെങ്കിൽ ഇവരൊക്കെ ഭക്ഷണം കൊടുക്കുന്ന തീവ്രവാദികൾക്ക് വേണ്ടി വാലാട്ടിക്കൊണ്ടിരിക്കും. കാരണം ഇവരൊക്കെ സാംസ്കാരിക നായകളാണ്, എച്ചിൽ പട്ടികൾ തന്നെയാണ്. അത് ഒരിക്കലും കൂടി ആവർത്തിച്ച് തെളിയിക്കുന്നതാണ് അവർ നടത്തുന്ന ഈ പരിപാടികൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ത്യ അടക്കം ഈ മേഖല ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് നമുക്കറിയാം ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, JNU ഇവരുടെയൊക്കെ താവളമായിരുന്നു. ഇന്നിപ്പോ ആ JNUവിൽ RSSന്റെ റൂട്ട് മാർച്ച് നടക്കുക. ആ റൂട്ട് മാർച്ചിന്റെ ഇടയിൽ ബഹളം ഉണ്ടാക്കാൻ ചെന്ന കമ്മ്യൂണിസ്റ്റുകാര് ഇപ്പൊ 6 മാസത്തേക്ക് ചവിട്ടിത്തിരുമ്പും ഒഴിച്ചിലും ഒക്കെ ആയിട്ട് കിടക്കുകയാണെന്നാണ് പറയുന്നത്. കോൺഗ്രസ്സുകാർക്ക് ഇപ്പൊ ആവശ്യത്തിന് കിട്ടി. അപ്പോ ഇതൊക്കെയാണ് കാലത്തിന്റെ മാറ്റം. ആ മാറ്റം കേരളത്തിലും സംഭവിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് ഇത് മനസ്സിലാകും, ഈ കലയും സാഹിത്യവും സിനിമയും സംസ്കാരവും അവാർഡുകളും അതുപോലെ താരദിശകളും ഒക്കെ സ്പോൺസർ ചെയ്യുന്നത് ആരാണ് എന്ന്. എനിക്ക് വളരെ വ്യക്തമായി പറയാൻ തോന്നുന്നത് ഇതാണ്, ഇത്തരം മേഖലകളിലേക്കുള്ള പണമൊഴുക്ക് എവിടുന്നാണ് പണം വരുന്നത്, ആരാണ് പണം കൈകാര്യം ചെയ്യുന്നത്, അവിടെ കൃത്രിമമായി നഷ്ടമുണ്ടാക്കി നഷ്ടം പെരുപ്പിച്ച് കാണിച്ച് കണക്കിൽ വെട്ടിപ്പ് നടത്തുന്നത്, ഇതിന്റെയൊക്കെ പുറകിലുള്ള അന്വേഷണ സംവിധാനങ്ങൾ ഇവരെയൊക്കെ പിടികൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് സിനിമ എടുക്കാൻ വന്ന് അവിടെ സാമ്പത്തികമായിട്ട് വെളുപ്പിക്കൽ നടത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവാർഡുകൾ വാരിക്കോരി കൊടുത്തുകൊണ്ട് ആരെയെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ
അതൊക്കെ ചെയ്യുന്ന ബുദ്ധി കേന്ദ്രങ്ങളെ അളന്ന് തൂക്കി കണ്ടുപിടിച്ച് ശരിക്കും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇന്നലെ വരെ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച LDF-ഉം UDF-ഉം കേരളത്തിൽ ഇങ്ങനെയുള്ളവർക്ക് പാലൂട്ടി തേനൂട്ടി വളർത്തിക്കൊണ്ടുവന്ന് ഇവർക്കൊക്കെ സർക്കാരിന്റെ കൊടിവെച്ച കാറുകൾ, ബോർഡ് വെച്ച കാറുകൾ കൊടുത്ത്, ഇവർക്കൊക്കെ അവാർഡ് കൊടുത്ത്, അവർക്കൊക്കെ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളവും ആനുകൂല്യങ്ങളും ഓണറേറിയവും ഒക്കെ കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവന്നുവെങ്കിൽ ആ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങനെ വളർന്നു വരുന്നവരെ നിരീക്ഷിക്കാൻ LDF-നും UDF-നും അപ്പുറത്തൊരു സംവിധാനം അങ്ങ് ഡൽഹിയിലുണ്ട് എന്നും ആ ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മണിമണിയായിട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നും സമയമാകുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ഭൈമീ കാമുകന്മാരെയും കയ്യോടെ പൊക്കി അകത്തോട്ട് കൊണ്ടുപോകാൻ അറിയാമെന്നും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതിന് ഈ ഒക്ടോബർ 7 പോലെയുള്ള ദിനങ്ങൾ വരികയും, അതായത് ഈ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ ചിലരറിയാതെ കൂവിപ്പോകുമല്ലോ കുറുക്കന്മാർ എന്ന് പറഞ്ഞ പോലെ, ഇങ്ങനെയുള്ള ചില വാർഷിക ആഘോഷമൊക്കെ ഉണ്ടാകുമ്പോൾ കൂവുന്ന കുറുക്കന്മാരെ സ്കാൻ ചെയ്യാനുള്ള സംവിധാനത്തോടു കൂടി ഒരു സംവിധാനം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ പിന്നെ ഞങ്ങളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു തെറ്റിദ്ധരിച്ചു വളച്ചൊടിച്ചതാണ്, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ജഗതി പറഞ്ഞ പോലെ ഇതെന്റെ ഗർഭമല്ല, എന്റെ ഗർഭം ഇങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞ് ലേലുവല്ലു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അകത്ത് കടന്നു കഴിഞ്ഞാൽ ആകെ കിട്ടുന്ന അരിയുണ്ടയ്ക്ക് പകരം ഗോതമ്പുണ്ട ആയിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. സർ, നമുക്ക് വിസ്മരിക്കാതെ അല്ലെങ്കിൽ പറയാതെ പോകാൻ പറ്റാത്ത ഒരു കാര്യമാണ്, ഭാരതത്തെ ആക്രമിക്കുന്നവർ ഞങ്ങളെ കൂടി ആക്രമിക്കേണ്ടി വരും, ഞങ്ങളുടെ ശത്രുക്കൾ കൂടിയാവുമെന്ന് സധൈര്യം പറഞ്ഞ ഒരു കുഞ്ഞു രാഷ്ട്രം. ആ കുഞ്ഞു രാഷ്ട്രത്തിന്റെ സഹായത്തോടു കൂടി പാകിസ്ഥാൻ തീവ്രവാദികളിൽ നിന്ന് കാർഗിൽ ആക്രമണ സമയത്തൊക്കെ എത്രത്തോളം ഭാരതം അനുകൂലമായിട്ട് അവർ എത്രത്തോളം നമ്മളെ സഹായിച്ചു എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം. ഇന്നും പാകിസ്ഥാനിലേക്ക് ബസ് കിട്ടാതെ ഇവിടെ തങ്ങി നിൽക്കുന്ന ഒരുപാട് പാകിസ്ഥാൻ പിക്സ്, അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് സർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ പെറ്റ രാജ്യമായിട്ടുള്ള, പെറ്റ നാടായിട്ടുള്ള ഈ ഭാരതത്തിന്റെ സഹോദര രാജ്യമായത്? എന്തുകൊണ്ടാണ് സഹോദര രാജ്യമായി ഇന്നും നമ്മളെ അവർ ചേർത്ത് പിടിക്കുന്നത്? അതിന്റെ ആ ഒരു ചരിത്രം കൂടി കുറഞ്ഞ വാക്കുകൾ സൂചിപ്പിക്കാതെ നമ്മൾ പോയാൽ അത് കുറ്റബോധം കൊണ്ട് നമുക്ക് പറയാതിരിക്കാനാവില്ലല്ലോ സർ, പറയേണ്ടതുണ്ടല്ലോ അത്. ബൈജു ആ കാര്യം ഓർമ്മിപ്പിച്ചത് വളരെ നന്നായി. കാരണം പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം എന്തായിരുന്നുവെന്നും അതെങ്ങനെയായിരുന്നുവെന്നും ഞാൻ വളരെ കുറഞ്ഞ വാക്കുകളിൽ ഒന്ന് വിശദീകരിക്കാം. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം യഹൂദന്മാരുടെ രാജ്യമായിരുന്നു. ഈ യഹൂദന്മാർ എന്ന് പറയുന്ന ആരാണ്? ഇന്ന് നമ്മൾ കാണുന്ന മുസ്ലിങ്ങളുടെയും ആ മുസ്ലിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ ക്രിസ്ത്യാനികളുടെയും മുമ്പുണ്ടായ മതമാണ് യഹൂദ മതം. ഇതിനെ അബ്രഹാമിക് മതങ്ങൾ എന്നാണ് ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അബ്രഹാമിൽ നിന്നുണ്ടായ യഹൂദ മതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും, ഈ 3 മതങ്ങളുടെയും ഉത്ഭവം അബ്രഹാമിൽ നിന്നാണ്. അപ്പൊ അബ്രഹാമിക് മതങ്ങൾ, സെമിറ്റിക് മതങ്ങൾ എന്നും ഇവരെ കുറിച്ച് പറയും. ഇവര് വളർന്ന് പടർന്ന് പന്തലിച്ച് പിന്നീട് യഹൂദ മതം എണ്ണത്തിൽ ചെറുതായിരിക്കുകയും ക്രൈസ്തവര് എണ്ണത്തിൽ വലുതാവുകയും മുസ്ലിങ്ങൾ ആയുധത്തിൽ വലുതാവുകയും ചെയ്ത കാലഘട്ടങ്ങളിൽ ഇവരെ കടന്നാക്രമിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന്, അതായത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് അവരെ 2000 വർഷം മുമ്പ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആട്ടിപ്പായിക്കുകയുണ്ടായി. അങ്ങനെ ആട്ടിപ്പായിച്ചപ്പോൾ യഹൂദന്മാര് മനസ്സില്ലാ മനസ്സോടെ അവര് സ്വന്തം പിതൃരാജ്യം, നമ്മൾ ഭാരതത്തെ മാതൃഭൂമി മാതൃരാജ്യം എന്നൊക്കെ പറയും, യഹൂദന്മാര് പറയുന്ന പിതൃഭൂമി പിതൃരാജ്യം എന്നാണ്. ആ പിതൃരാജ്യത്ത് നിന്ന് പലായനം ചെയ്യേണ്ടി വരുമ്പോൾ എല്ലാം കെട്ടിപ്പെറുക്കി പോകുന്ന സമയത്ത് യഹൂദന്മാരുടെ അക്കാലത്തെ ഏറ്റവും വലിയ പുരോഹിതൻ അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകുമ്പോൾ ഈ യഹൂദ രാജ്യത്തിന്റെ, അതായത് ഇസ്രയേലിന്റെ ഒരു പിടി മണ്ണ് നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങൾ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ ഈ മണ്ണ് നിരത്തിയിട്ട് ആ കുഞ്ഞിനെ ആദ്യമായിട്ട് ആ മണ്ണിൽ കിടത്തണം. എന്നിട്ട് ആ കുട്ടി വളർന്നു വരുമ്പോൾ പറയണം, നീ പിറന്നു വീണ മണ്ണ്, നിന്റെ പിതൃഭൂമി അസ്വതന്ത്രമാണ്, നമ്മുടെ കയ്യിലില്ല, അത് തിരിച്ചു പിടിക്കുന്നത് നിന്റെ ജീവന ദൗത്യമായിരിക്കണം എന്ന്. ആ മണ്ണിനെ തിരിച്ചു പിടിക്കാൻ കഴിയാതെ അവൻ മരിച്ചു വീണാൽ അവന്റെ ശവശരീരം അവസാനമായിട്ട് ആ മണ്ണ് വിരിച്ച് അതിൽ ഒരിക്കൽ കൂടി കിടത്തണം. അങ്ങനെ തലമുറകൾ കടന്നുപോയി. 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947 കഴിഞ്ഞ് ഒരു സംവത്സര കാലം കഴിഞ്ഞ് 1948 13 ഇസ്ലാമിക രാജ്യങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള യഹൂദന്മാർ ഇസ്രയേൽ രാജ്യം തിരിച്ചു പിടിച്ചു. അങ്ങനെ തിരിച്ചു പിടിക്കുന്ന ആ സമയത്ത് അവര് അവിടെ ഒരു ഗവൺമെന്റ് സ്ഥാപിച്ചു. ആ ഗവൺമെന്റ് സ്ഥാപിക്കുമ്പോൾ അവർ വിദ്യാലയങ്ങൾ ഉണ്ടാക്കി, ആ വിദ്യാലയത്തിന് സിലബസ് ഉണ്ടാക്കി,
അതിൽ പുസ്തകങ്ങൾ ഉണ്ടാക്കി, അതിൽ ചരിത്ര പുസ്തകം ഉണ്ടാക്കി. ആ ചരിത്രത്തിന്റെ പാഠപുസ്തകത്തിൽ അവർ എഴുതി വെച്ച ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇതാണ്: അങ്ങ് കിഴക്ക് ഭാരതം എന്ന ഒരു ദേശമുണ്ട്. ആ ദേശത്ത് നമ്മളെ മാറോട് ചേർത്ത് പിടിച്ച ഹിന്ദു എന്ന് പറയുന്ന ഒരു ജനതയുണ്ട്. ലോകമെമ്പാടും അലഞ്ഞു തിരിഞ്ഞപ്പോൾ നമുക്ക് ആശ്രയം തന്ന ഒരേ ഒരു മണ്ണേ ഉള്ളൂ. ആ മണ്ണിന്റെ പേരാണ് ഭാരതം. അതുകൊണ്ട് മക്കളെ, നിങ്ങൾക്കൊക്കെ എല്ലാ കാലത്തും ആ ഭാരതത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഇസ്രയേലിന്റെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ, സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന വാക്യങ്ങളാണ് ഞാനിപ്പോ മലയാളത്തിൽ പറഞ്ഞത്. അപ്പോൾ ഭാരതത്തോടുള്ള നന്ദിയും കടപ്പാടും കൂറും ജനിച്ചു വീഴുന്ന ഓരോ യഹൂദ കുട്ടിയും പഠിച്ചു വളരണം എന്ന് നിർബന്ധമുള്ള ഒരു രാജ്യം, അവിടുത്തെ വിദ്യാഭ്യാസ സിലബസിനകത്ത് എഴുതി വെച്ച ഒരു രാജ്യം. ആ രാജ്യമാണ് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോഴൊക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ളത്. കാർഗിൽ യുദ്ധമുണ്ടായപ്പോ നമ്മൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടു, ഗൂഗിൾ മാപ്പിന്റെ സൗകര്യം ചെയ്തു തരണം, പാകിസ്ഥാൻ തീവ്രവാദികളും പട്ടാളക്കാരും എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് ഇന്ത്യക്ക് അനുവദിക്കേണ്ടിയിരുന്ന ഗൂഗിൾ മാപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞ രാജ്യമാണ് ഈ ട്രംപിന്റെ അമേരിക്ക. അന്ന് ഭരിച്ചത് ട്രംപ് അല്ല, പക്ഷെ ആരാണെങ്കിലും അമേരിക്ക ചെയ്ത തന്തയില്ലായ്മ എന്നൊക്കെ പറയുന്ന ആ സംഗതി ഉണ്ടല്ലോ. പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഗൂഗിളിനെ ഉപയോഗിച്ചുകൊണ്ട്, ഗൂഗിൾ മാപ്പിനെ ഉപയോഗിച്ച് ഇന്ത്യക്ക് ഗൂഗിൾ മാപ്പിൽ നിന്ന് സൗകര്യം കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ നരേന്ദ്രമോദി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഗൂഗിൾ മാപ്പ് ഇല്ലെങ്കിലും അമേരിക്ക ഇല്ലെങ്കിലും ഈ സംവിധാനം ഉണ്ടാക്കി സൗജന്യമായിട്ട് ലോകം മുഴുവൻ കൊടുക്കാവുന്ന തരത്തിൽ ഗൂഗിളിനെ വെല്ലുന്ന ഗൂഗിൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ആ സമയത്ത്, അതായത് അമേരിക്ക ഗൂഗിൾ മാപ്പിന്റെ സൗകര്യം ഇന്ത്യക്ക് നിഷേധിച്ച സമയത്ത് ഇന്ത്യക്ക് അനുകൂലമായിട്ട് രംഗത്ത് വന്ന രാജ്യമാണ് ഇസ്രയേൽ. തീവ്രവാദികളോട് തിരത്തുന്നത് എങ്ങനെയാണെന്നും നേരിടുന്നത് എങ്ങനെയാണെന്നും എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം എന്നുള്ള നിലയിൽ അവരുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും എല്ലാം നിർലോഭം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ഇന്ത്യക്ക് സംഭാവന ചെയ്യുകയും പാകിസ്ഥാന് എതിരായിട്ടുള്ള ആ യുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്നണിയിൽ നിന്നുകൊണ്ട് തുറന്ന സപ്പോർട്ട് തരികയും ചെയ്ത രാജ്യമാണ് ഇസ്രയേൽ. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് അവരെ സ്വന്തം നാട്ടിൽ നിന്ന് അടിച്ചോടിച്ചപ്പോൾ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് സിനഗോഗുകൾ, അവരുടെ ദേവാലയങ്ങളെ വിളിക്കുന്നത് സിനഗോഗുകൾ എന്നാ, പള്ളിയിൽ നിന്ന് അമ്പലമൊന്നുമല്ല, പണിയിച്ചു കൊടുക്കുകയും മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇപ്പോഴും അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന, അവരുടെ ആൾക്കാർക്ക് ഇന്ത്യയിൽ താമസിക്കാനും കച്ചവടം ചെയ്യാനും വളരാനും വിദ്യാഭ്യാസത്തിനുമുള്ള സകല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്ത ഒരു രാജ്യത്തിന്റെ മഹനീയമായ പാരമ്പര്യത്തെ അവർ ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവർ രംഗത്ത് വരുന്നത്. അതുകൊണ്ടാണ് നെതന്യാഹു പറഞ്ഞത്, ഇന്ത്യയെ ശത്രുവായി കാണുന്നവർ ഓർത്തോളൂ, നിങ്ങൾ ഇസ്രയേലിന്റെയും കൂടി ശത്രുവാണ്. ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്നവർ ഓർത്തോളൂ, ആക്രമിക്കുന്നത്. ഇത്രയും കരുത്തുറ്റ രീതിയിൽ പറയാൻ ഇന്ന് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു വമ്പൻ രാജ്യം, വലിപ്പത്തിൽ കൊച്ചു രാജ്യമാണ് എങ്കിൽ പോലും പ്രഹരശേഷിയുടെയും ആയുധശേഷിയുടെയും പോരാട്ട വീര്യത്തിന്റെയും അതുപോലെ തന്നെ രാജ്യസ്നേഹത്തിന്റെയും കാര്യത്തിൽ ഇന്ത്യക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന രാജ്യം തന്നെയാണ് ഇസ്രയേൽ. ആ ഇസ്രയേലിന്റെ പിന്തുണയും സഹകരണവും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ പിന്തുണയേക്കാൾ വലിയ പിന്തുണയാണ്. അത് ലോകരാജ്യത്തിന്റെ മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളവരാണ് ഇസ്രയേലികൾ. ആ ഇസ്രയേൽ ഇന്ത്യയോടൊപ്പമാണെന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. ആ ഇന്ത്യ ഇസ്രയേലിനോടൊപ്പമാണെന്ന് പറയുന്നതിൽ ഇസ്രയേലിനും അഭിമാനമുണ്ട്.